വെൽക്കം ടു ഈസി സെൽഫ് ലേൺ. ഇതിലൂടെ ഫിസിക്സ് മാത്തമാറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ട്രാൻസ്വേഴ്സൽ ഓഫ് പാരലൽ ലൈൻസ് ആണ്. ഇത് ക്ലാസ് 7 NCERT സിലബസ് പ്രകാരം ക്ലാസ് 7 ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന ചാപ്റ്ററിലെ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത് ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം നമുക്ക് ഈ വീഡിയോയിലൂടെ അതൊന്ന് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ രണ്ട് പാരലൽ ലൈൻസ് കൺസിഡർ ചെയ്യുക. ലൈൻ എൽ ആൻഡ് എം, ഈ രണ്ട് പാരലൽ ലൈനിനെയും കട്ട് ചെയ്യുന്ന ട്രാൻസ്വേഴ്സൽ ലൈനാണ് ടി. അപ്പോൾ നമുക്കിവിടെ 4 ആംഗിൾസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത ലൈനിലും 4 ആംഗിൾസ്, അതായത് ടോട്ടൽ 8 ആംഗിൾസ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോ ആംഗിൾസിൻ്റെയും നെയിം എന്താണ്, ഇത് തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ്, അതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഇതിനകത്തുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആംഗിൾസ് ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ലൈനിൻ്റെയും ഇൻസൈഡിൽ വരുന്ന ആംഗിൾസ് ആണ്. അത് ആംഗിൾ 3, 4, then 5 and 6. ഈ 4 ആംഗിൾസ് ആണ് ഇൻറ്റീരിയർ ആംഗിൾസ്. ദെൻ അതുപോലെ തന്നെ ആംഗിൾ എക്സ്റ്റീരിയർ ആംഗിൾസ്. എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുമ്പോൾ ഈ രണ്ട് ലൈനിൻ്റെയും ഔട്ട് സൈഡിൽ വരുന്ന ആംഗിൾസ് ആണ്. ദറ്റ് ഈസ് ആംഗിൾ 1, ആംഗിൾ 2, ആംഗിൾ 7, ആംഗിൾ 8. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയുമ്പോൾ ഇപ്പം ഇവിടെ ഈ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ വരുന്ന ആംഗിളാണ് ആംഗിൾ 5. സോ ആംഗിൾ 1 ആൻഡ് ആംഗിൾ 5. ദെൻ ആംഗിൾ 2വിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ സെയിം സൈഡിൽ വരുന്ന ആംഗിളാണ് ആംഗിൾ 6. സോ ആംഗിൾ 2 ആൻഡ് 6. ദെൻ ആംഗിൾ 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് ആംഗിൾ 7 ആണ്. ആംഗിൾ 3 ആൻഡ് 7. ദെൻ ആംഗിൾ 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ആംഗിൾ 8 ആണ്. ആംഗിൾ 4 ആൻഡ് ആംഗിൾ 8. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പെയർ ഓഫ് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന ഇൻറ്റീരിയർ ആംഗിൾ ആണ്. അതായത് അതൊരു ഇസഡ് ഫോമിലായിരിക്കും വരുന്നത്. ഇവിടെ വരുമ്പോൾ 3ഉം 6ഉം ആണ് വരുന്നത്. അത് ഇൻറ്റീരിയർ ആയിട്ടുള്ള ആംഗിളാണ്. ആംഗിൾ 3 ആൻഡ് ആംഗിൾ 6. അതുപോലെ തന്നെ ഇൻറ്റീരിയർ ആയിട്ട് വരുന്ന അടുത്ത പെയർ ഓഫ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് 4ഉം 5ഉം. ആംഗിൾ 4 ആൻഡ് ആംഗിൾ 5. ദെൻ നെക്സ്റ്റ് ഈസ് ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. എക്സ്റ്റീരിയർ മീൻസ് 1ഉം അതിന് ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്നത് ആംഗിൾ 8 ആണ്. ആംഗിൾ 1 ആൻഡ് ആംഗിൾ 8. അതുപോലെ തന്നെ 2വിന് ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്നതാണ് 7. ആംഗിൾ 2 ആൻഡ് ആംഗിൾ 7. ദെൻ നെക്സ്റ്റ് ഈസ് പെയർ ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ. അതായത് ട്രാൻസ്വേഴ്സൽ ലൈനിൻ്റെ സെയിം സൈഡിൽ വരുന്ന ഇൻറ്റീരിയർ ആംഗിൾ, ദാറ്റ് ഇസ് 3 ആൻഡ് 5. ആംഗിൾ 3 ആൻഡ് ആംഗിൾ 5. അതുപോലെ തന്നെ വരുന്നതാണ് 4ഉം 6ഉം. ആംഗിൾ 4 ആൻഡ് 6. അപ്പോൾ ഇത്രയുമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആംഗിൾസ്. ഇൻറ്റീരിയർ ആംഗിൾ, എക്സ്റ്റീരിയർ ആംഗിൾ, കറസ്പോണ്ടിങ് ആംഗിൾ, ദെൻ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ, ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾ, ദെൻ പെയർ ഓഫ് ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ ലൈൻ. നെക്സ്റ്റ് നമ്മൾ ഈ ആംഗിൾസിൻ്റെ പ്രത്യേകതയാണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ കറസ്പോണ്ടിങ് ആംഗിൾസ്, അതായത് രണ്ട് പാരലൽ ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. നമുക്ക് കിട്ടിയിരിക്കുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് ആംഗിൾ 1 ആൻഡ് 5 അത് ഈക്വൽ ആയിരിക്കും. ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 5. ദെൻ ആംഗിൾ 2 ഈസ് ഈക്വൽ ടു ആംഗിൾ 6. ദെൻ ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 7. ആംഗിൾ 4 ഈസ് ഈക്വൽ ടു ആംഗിൾ 8. അതുപോലെ തന്നെ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് അതും ഈക്വൽ ആയിരിക്കും. ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 6. ദെൻ ആംഗിൾ 4 ഈസ് ഈക്വൽ ടു ആംഗിൾ 5. ദെൻ പെയർ ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദി സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ ലൈൻ. അത് രണ്ട് ആംഗിൾസും സപ്ലിമെൻ്ററി ആയിരിക്കും.
അതിൻ്റെ മീനിങ് രണ്ട് ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ ആംഗിൾ 4 and 6 ആണ് വരുന്നത്. അപ്പം ഇത്രയുമാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും പാരലൽ ലൈൻസ് ആണെങ്കിൽ. ഓക്കെ, പാരലൽ ലൈൻസിന് ട്രാൻസ്വേഴ്സൽ ലൈൻ വെച്ച് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് എല്ലാം തന്നെ ഈക്വൽ ആയിരിക്കും. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതുപോലെ ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ ലൈൻ ആർ സപ്ലിമെൻ്ററി. അതേപോലെ ഈ പ്രോപ്പർട്ടീസ്, ഈ ആംഗിളിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ ഇത് ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് ലൈൻസും പാരലൽ ആണെന്ന് തിരിച്ചും പറയാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്